മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്നു ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന PC കുട്ടിക്കൃഷ്ണൻ. സ്ത്രീപക്ഷപാതി, കവി, ഉപന്യാസകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അറിയപ്പെടുന്നു. ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ 25 വർഷത്തോളം പ്രവർത്തിച്ചു. പല ജനപ്രിയ പരിപാടികളുടെയും നിർമ്മാതാവായിരുന്നു അദ്ദേഹം. പ്രകൃതി സ്നേഹിയും ഗാന്ധിയനുമായിരുന്ന അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും മലയാള മനോരമയുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള പള്ളിപ്രം ഗ്രാമത്തിൽ കരുണാകര മേനോൻ്റെയും പാറുക്കുട്ടിയമ്മയുടെയും മകനായി 1915 ജൂൺ 8 പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടിക്കൃഷ്ണൻ എന്ന PC കുട്ടിക്കൃഷ്ണൻ ജനിച്ചത്. പൊന്നാനി AV ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കാൽപ്പനിക കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുമായി സൗഹൃദത്തിലായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം കവിത എഴുതാൻ ആരംഭിച്ചത്. ആദ്യം എഴുതിയ കവിതയും കഥയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതോടെ പൊന്നാനിയിലെ സാഹിത്യ മണ്ഡലത്തിൽ കവിയായി അദ്ദേഹം പേരെടുത്തു. 1934 നാടുവിട്ട അദ്ദേഹം 6 വർഷത്തോളം കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായും പല ജോലികളും ചെയ്തു. ഈ കാലയളവിൽ തമിഴ്, കന്നഡ എന്നീ ഭാഷകൾ പഠിച്ച അദ്ദേഹം പിന്നീട് നീലഗിരിയിലെ ഒരു തേയിലത്തോട്ടത്തിലും കോഴിക്കോട്ടെ ഒരു ബനിയൻ കമ്പനിയിലും 2 വർഷം വീതം ക്ലർക്കായി ജോലി നോക്കി. 1948 ഇടശ്ശേരിയുടെ ഭാര്യ സഹോദരി കൂടിയായ ദേവകിയമ്മയുമായി അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു. കോഴിക്കോട് KR പ്രദേശ് പ്രസിദ്ധീകരണശാല, മംഗളോദയം മാസിക, കോഴിക്കോട് ആകാശവാണി എന്നിവയായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് ജോലി ചെയ്ത സ്ഥലങ്ങൾ. 1975 ആകാശവാണിയിൽ നിന്ന് പ്രൊഡ്യൂസറായി വിരമിച്ച അദ്ദേഹം കുങ്കുമം, മലയാള മനോരമ എന്നിവയുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. 1976 അദ്ദേഹം മനോരമ പത്രാധിപത്യം ഏറ്റെടുത്തത്. ആ സ്ഥാനത്തിരിക്കെ അദ്ദേഹം 1979 ജൂലൈ 10 കോട്ടയത്ത് വച്ച് അന്തരിച്ചു. യൗവനം നശിക്കാത്തവൻ എന്നർത്ഥമുള്ള അറബി വാക്കായ ഉറൂബ് എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം പ്രശസ്തനായത്. 1952 ആകാശവാണിയിൽ ജോലി നോക്കവേ സഹപ്രവർത്തകനും സംഗീത സംവിധായകനുമായ K. രാഘവനെക്കുറിച്ച് ഒരു ലേഖനം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ഉറൂബ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. മലയാള ചലച്ചിത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. 1954 നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് ഉറൂബാണ്. രാരീച്ചൻ എന്ന പൗരൻ 1956 നായർ പിടിച്ച പുലിവാല് 1958 മിണ്ടാപ്പെണ്ണ് 1970 കുരുക്ഷേത്രം 1970 ഉമ്മാച്ചു 1971 അണിയറ 1978 എന്നീ ചിത്രങ്ങളുടെ രചനയും അദ്ദേഹം നിർവഹിച്ചു. നോവലുകൾ, ചെറുകഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ, നാടകങ്ങൾ, തിരക്കഥകൾ എന്നീ മേഖലകളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1948 മദ്രാസ് സർക്കാർ പുരസ്കാരം കതിർക്കറ്റയ്ക്കും ലഭിച്ചു. 1949 തുറന്നട്ട ജാലകത്തിനും 1951 കൂമ്പെടുക്കുന്ന മണ്ണിനും ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1958 ഉമ്മാച്ചുവിനും, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1960 സുന്ദരികളും സുന്ദരന്മാരിലും ലഭിച്ചു. MP പോൾ പുരസ്കാരം 1960 ഗോപാലൻ നായരുടെ താടിക്ക് ലഭിച്ചു. മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1971 ഉമ്മാച്ചുവിന് ലഭിച്ചു. ആശാൻ ശതവാർഷിക പുരസ്കാരം 1973 സുന്ദരികളും സുന്ദരന്മാർക്കും ലഭിച്ചു. കേന്ദ്ര കലാസമിതി അവാർഡ് തീ കൊണ്ട് കളിക്കരുത് എന്ന കഥാസമാഹാരത്തിന് ലഭിച്ചു.